എത്തിയിരിക്കുകയാണ്. അദ്ദേഹം IHRD കോളേജും അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലെ ചിണ്ടക്കി ആനവായ് ഊരുകളും സന്ദർശിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാന പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? നമ്മുടെ ജില്ലയുടെ ഒരു വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പാലക്കാട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് IHRD കോളേജിലെ നിലവിലുള്ള എല്ലാ 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ കുട്ടികൾ നമ്മുടെ ഇലക്ട്രൽ റോളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി അവർ എടുത്തിട്ടുണ്ട്. സോ 100% ഇലക്ട്രൽ റോളിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോളേജായിട്ട് ആദ്യമായിട്ട് പ്രഖ്യാപിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 6 മാസം മുൻപ് തുടങ്ങിയിട്ടുള്ള മീറ്റ് ദ CEO എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാ കോളേജസിനും നമ്മൾ സന്ദർശിക്കാറുണ്ട്, അവിടുത്തെ കുട്ടികളോട് സംസാരിക്കാറുണ്ട്. പിന്നെ അവരെല്ലാം ഇലക്ട്രൽ റോളിൽ പങ്കെടുക്കാനും ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വിധത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് IHRD കോളേജിൽ കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന SIRയുടെ ഭാഗമായിട്ട് ELCs, അതായത് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്സിലുള്ള എല്ലാ കുട്ടികളെ നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കാൻ കൂടി നമ്മൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ഇത് കാണിട്ട് നമ്മൾ മറ്റൊരു വിസിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉന്നതിയിലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിലെ നമ്മുടെ ഉന്നതിയിലുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഇലക്ഷനുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അതിലെ ഇലക്ട്രൽ റോളിലെ പേര് ഉൾപ്പെടുത്താനും പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ SIRയുടെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ്മാരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാവരും റെഡി ആയിരിക്കണം, തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം SIR വരാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെ വീട്ടിലെ ആദ്യമായിട്ട് ഒരു 12 ഡോക്യുമെന്റ്സ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വീട്ടിലുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് കണക്കാക്കണം. ഇന്നിപ്പോ ഈ ആനവായ് ചിണ്ടക്കി ഊരുകളിൽ പോകുന്നത് ഇതിന്റെ SIRന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന നിലയ്ക്ക് ഒരു സംസ്ഥാനതല ഒരു സ്റ്റാർട്ടിംഗ് ആണോ? സോ SIRയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ അർഹതപ്പെട്ട വോട്ടേഴ്സിന് ഈ ലിസ്റ്റിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു നേരിട്ട് സന്ദർശിച്ചിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ഇലക്ട്രൽ റോളിലെ പേര് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അവരുടെ കയ്യിലെ നമ്മൾ സാധാരണ 2002 SIRൽ അവരുടെ പേരില്ല നമുക്ക് വെക്കാം, 2025 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു 12 ഡോക്യുമെൻറ്റ്സിൽ ഒരു ഡോക്യുമെൻ്റെങ്കിലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് കിട്ടുന്നത് ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ ഈ വിസിറ്റ് ഉള്ളത്. പിന്നെ നമ്മൾ എല്ലാ ജില്ലാ കളക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ പാവപ്പെട്ട ആൾക്കാർ ഇൻക്ലൂഡിങ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ്, സീനിയർ സിറ്റിസൺസ്, ആദ്യമായിട്ട് വോട്ടർ ഇതിലെ പേര് വെക്കാൻ യങ് വോട്ടേഴ്സ്, പിന്നെ ഉന്നതിയിലുള്ള എല്ലാ ആൾക്കാർക്ക് ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ഇല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള വിധത്തിൽ ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളത് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ അടുത്ത് തന്നെ ആദ്യം പോയി അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എത്രത്തോളം അത് അവരെ ബാധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് മൊത്തം ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കൂടി കഴിയുന്നതാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ നമ്മുടെ ഉന്നതിയിലുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സോട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാവിധ സർട്ടിഫിക്കറ്റ്സ് ആൾക്കാരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അത് നേരിട്ട് ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ ഒരു പ്രയാസം ഇല്ലെങ്കിൽ ബാക്കി ഏത് സ്ഥലത്ത് നമുക്ക് പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അട്ടപ്പാടിയിലെ നമ്മൾ തുടങ്ങുന്ന ഈ ഒരു പ്രക്രിയ നമ്മൾ എല്ലാ ജില്ല സന്ദർശിക്കുമ്പോൾ അതിനുള്ള എല്ലാ ഉന്നതി ഇവിടെ കൂടി നമ്മൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് തുടക്കമായിട്ടാണ് ഇന്ന് ഇവിടെ തുടങ്ങി വെക്കുന്നത്. ഇപ്പോൾ ഈ 2002 നേരത്തെ പരിഷ്കരണം വന്നിരുന്നത്. അപ്പോൾ ഈ 2002 വോട്ടർ പട്ടികയിലും ഏറ്റവും അവസാനം വന്ന വോട്ടർ പട്ടികയും വെച്ച് ഒരു താരതമ്യ പഠനം അങ്ങനെയാണോ? സോ 2002 വോട്ടർ പട്ടികയിലെ നമുക്ക് 2.24 കോടി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 2025 2.78 കോടി ആൾക്കാരാണ് ഉള്ളത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് 2002 പേരുള്ള ആൾക്കാർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ, ഇപ്പോൾ 2025 കൂടി അവരുടെ പേരുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് കമ്പയർ ചെയ്യും.
നമ്മൾ മാനുവലായിട്ട് കമ്പയർ ചെയ്ത ഇവിടെ തന്നെയാണ് മണ്ണാർക്കാടിൽ തന്നെയാണ് നമ്മുടെ 2 BLOമാർ കമ്പയർ ചെയ്തത്. അത് ഏകദേശം ഒരു 80% ആൾക്കാർ ഓൾറെഡി 2025 ലിസ്റ്റിലുണ്ടെന്ന് അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ആദ്യമായിട്ട് നേരിട്ട് പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കി പോകുന്ന എല്ലാ സ്ഥലത്തും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ മതി, നമുക്ക് വേറെ ഒരു പ്രയാസം ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നമുക്ക് നേരിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ SIR വരുന്നതോടുകൂടി നമ്മുടെ വോട്ടർ പട്ടികയിൽ വരുന്ന ഒരു സമഗ്രമായ മാറ്റം എന്തായിരിക്കും? നമ്മൾ SIRോട് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വീട്ടിലെ പോയിട്ട് നേരിട്ട് എനുമറേഷൻ ഫോം എടുക്കാനാണ്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ BLOമാരും നേരിട്ട് വീട്ടിലേക്ക് പോകുന്നു, നേരിട്ട് ആൾക്കാരെ കണ്ടിട്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമായിരിക്കും ഒരു അർഹതപ്പെട്ട ഒരു വോട്ടറിന് നമ്മൾ പേര് ചേർക്കാൻ പോകുന്നത്. അത് വരുമ്പോൾ തന്നെ ഒരു പരാതി വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് അങ്ങനെയുള്ള ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഇതെല്ലാ ഡോക്യുമെൻറ്റ്സ് ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള ഡേറ്റാബേസിലോട്ട് പോകും. ഏതെങ്കിലും വിധത്തിലുള്ള നമുക്ക് കമ്പാരിസൺ ചെയ്യാനാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടെ നമുക്ക് കമ്പയർ ചെയ്യാൻ കൂടി സാധിക്കും. ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കൂടി സാധിക്കും. അങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഇത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. BLOമാർ ഓരോ വോട്ടറുടെ വീട്ടിലും എത്തി ഈ പരിശോധിക്കും. ഇപ്പോൾ 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരുപാട് പേരുണ്ടാകും. അവർ എന്തൊക്കെ രേഖകളാണ് കൈവശം വെക്കേണ്ടത്? സോ 2025 ആൾക്കാർക്ക് ഒരു 12 രേഖകളാണോ അതിൽ ആവശ്യപ്പെടുന്നത്. അത് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് പത്രത്തിലുള്ള കൊടുത്തിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആധാർ വന്നിട്ടുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇങ്ങനെ SC ST അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പിന്നെ പാസ്പോർട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള രേഖകളാണ്. അങ്ങനെ ഒരു 12 രേഖകളാണുള്ളത്. അതിലെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും 100% രേഖകൾ എല്ലാവരും അർഹതപ്പെട്ട ആൾക്കാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് ടു സർവീസ് ആക്ട് അനുസരിച്ചിട്ട് 2 ആഴ്ചനകം തന്നെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും കൂടിയുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ആരെല്ലാം പുറന്തള്ളപ്പെടും? ഇതിന്ന് ഈ രേഖകളില്ലാത്ത ആളുകളാണ്. ആരെല്ലാം ഇത് ഒഴിവാക്കപ്പെടാൻ പോകുന്നത് ഇന്നെലിജിബിൾ എന്നറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും. അതായത് അർഹതപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻസേ ഉള്ളൂ. 18 ആയിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, പിന്നെ ഒരു ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ആളാണെങ്കിൽ അത് നമുക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു ചട്ടം. അത് ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞാൽ 18 പൂർത്തിയാകാത്ത ആൾക്കാർ, പിന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലാത്തവർ, പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ അർഹതപ്പെട്ട ആൾ ബൈ ചാൻസ് ഇതിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അവർ ലിസ്റ്റിന് പുറത്തായിരിക്കും. സോ ഇത് മാത്രമായിരിക്കും ഒരു ഇന്നെലിജിബിളായിട്ട് അറിയപ്പെടുന്ന ഒരാൾ. ഇത്ര ആൾക്കാർ ലിസ്റ്റിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, ഗൾഫിൽ യൂറോപ്പിലൊക്കെ. അങ്ങനത്തെ ആളുകൾ നേരിട്ട് ഇപ്പോൾ SIRന്റെ ഭാഗമായി വന്ന് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം വരുമോ? സോ നമ്മുടെ ഇപ്പോൾ ഓവർസീസ് സെലക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ അവരെ കൂട്ടിച്ചേർക്കുന്നത്. അവർക്കെല്ലാം ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നേരിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നമ്മൾ അവരോട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടി നമ്മൾ സ്വീകരിക്കുന്നു. 19-ാം തീയതി നോർക്ക മുഖാന്തരം നമ്മളെല്ലാം പുറത്തുള്ള മലയാളി അസോസിയേഷനോട് കൂടി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം മാത്രമാണ്. വളരെ ഈസി ആയിരിക്കും, എല്ലാം ഓൺലൈൻ തന്നെ ആയിരിക്കും. പിന്നെ BLO എല്ലാ ഇങ്ങനെ ഓവർസീസ് ആയിട്ടുള്ള ഇലക്ടേഴ്സിന് നമ്മൾ സഹായിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ ഷെഡ്യൂള് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു റൗണ്ട് ഓഫ് ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അതിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ഇലക്ട്രൽ റോളിൽ ഉണ്ടാവും. ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു യോഗം നടന്നിട്ടില്ല. ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് കേരളത്തിൽ SIR വരിക എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ SIR വരാൻ പോകുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പത്രസമ്മേളനം ഞാൻ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നല്ലവിധ കവറേജ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് നമ്മൾ 20-ാം തീയതി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാം. പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രമായിരിക്കും. കാരണം കേരളത്തിലെ നമ്മൾ ഇലക്ട്രൽ റോൾ സംബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. BLAമാർ, അതായത് ബൂത്ത് ലെവൽ ഏജൻറ്റ്മാർ, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഏജൻറ്റ്മാർ എല്ലാ സമയത്തും ഇലക്ട്രൽ റോളിൻ്റെ എല്ലാ കാര്യത്തിൻ്റെ അവരെ സഹായിച്ചിട്ടുണ്ട്. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിരിക്കും. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 20-ാം തീയതി അവർ കേരളത്തിൽ ഇത് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക ഉത്തരവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ബീഹാറുടെ SIR സമയത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത് തുടങ്ങും.
അതിൻ്റെ പ്രിപ്പയർഡ്നെസ് ആക്ടിവിറ്റീസ് എല്ലാ സംസ്ഥാനവും ചെയ്യണം. ആദ്യഘട്ടത്തിൽ ബീഹാർ ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമില്ല അല്ലേ? ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾ വരണം. അത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷനാണ് അത് ഇറക്കാൻ പോകുന്നത്. അതിലെ എനുമറേഷനുടെ സമയം പറയും, എപ്പോൾ ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ചെയ്യണം, എപ്പോൾ ഒബ്ജെക്ഷൻസിൻ്റെ തീയതി അടക്കം വരും, പിന്നെ ഫൈനൽ പബ്ലിക്കേഷൻ എപ്പോൾ ആയിരിക്കും എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. ബീഹാറിൽ ചെയ്ത മാതിരി തന്നെ ആയിരിക്കും ഇവിടേക്ക്. ഇപ്പോൾ ഈ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ബീഹാറിൽ ഏറ്റവും ശങ്ക അവിടുന്ന് 65 ലക്ഷത്തോളം ആളുകളാണ് പുറന്തള്ള. കേരളത്തിൽ ഇങ്ങനെ ആളുകൾ പുറന്തള്ളപ്പെടുമോ എന്ന ആശങ്ക ഒരിക്കലും വേണ്ട. ഇപ്പോൾ നമ്മൾ ബീഹാറുടെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ 65 ലക്ഷം ആൾക്കാരുടെ ആ സമയത്ത് അവർ എനുമറേഷൻ ഫോം കൊടുത്ത എല്ലാ ആൾക്കാരും, അതായത് 99.7% ഉള്ള ആൾക്കാർ ഓൾറെഡി എനുമറേഷൻ ഫോം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വോട്ടർ പട്ടിക 2025 വോട്ടർ പട്ടിക അനുസരിച്ചിട്ടുള്ള എനുമറേഷൻ ഫോമാണ് കൊടുക്കുന്നത്. അത് 9.7% ആൾക്കാർ ഓൾറെഡി തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വളരെ പ്രയാസം വരാതെ രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം അവിടെ നടന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ആശങ്ക ഒരിക്കലും വേണ്ട. വളരെ ഈസി ആയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഈ കേരളത്തിലും ബീഹാറിലും ഇതിൻ്റെ ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, വ്യത്യാസമുണ്ടോ? അങ്ങനെ മാറ്റങ്ങളൊരു ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുതിയ വോട്ടർ പട്ടിക വരും കേരളത്തിൽ? അത് ഒരു ഷെഡ്യൂൾ വരുന്ന മുറയ്ക്ക് അത് ആ ഷെഡ്യൂൾ തന്നെ പറയുന്നതായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും ഒരു പുതിയതായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക വരാൻ പോകുന്നത്. പിന്നെ ആ വോട്ടർ പട്ടിക വന്ന ശേഷം നമ്മുടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് സമയമുണ്ട്. ആ സമയം വരെ, അതായത് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ ആൾക്കാർക്ക് പേര് ചേർക്കാനും തിരുത്താനും ഉള്ള അവസരം എന്തായാലും ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും നടപടി. എന്തായാലും ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഉദ്ഘാടനം പോലെയാണ് ഇന്ന് നടക്കുന്നത്. ഉദ്ഘാടനമല്ല ഇത്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതിയുടെ ഒരു വിസിറ്റിടെ ആദ്യം ഒരു വിസിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസിന് ഈ വളണ്ടിയേഴ്സ് ആയിട്ട് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിനാണോ? തീർച്ചയായിട്ടും. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത് വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മുടെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിലുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കറിയാം IHRD അഗളി നേരത്തെ മുതൽ തന്നെ വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇവർ അവാർഡ് വിന്നിങ് ELCs ആണ്. സോ ഇങ്ങനെ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലെ IT പ്രൊഫഷണൽസ് ഉണ്ടാവും, ബാക്കി കുട്ടികളുണ്ടാവും, ബാക്കി സ്റ്റുഡൻസ് ഉണ്ടാവും, ബാക്കി NCC, NSS പോലെ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അട്ടപ്പാടിയിലാണ് SIRമായി ബന്ധപ്പെട്ട ആദ്യ തീവ്ര പരിശോധന. അതിന് ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. അട്ടപ്പാടിയിൽ നിന്നും സാജിദ് ഇസ്മൽ, മീഡിയ 1 പാലക്കാട്.